ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഞാൻ ടൂറ് പോയ 2 സ്ഥലങ്ങളെക്കുറിച്ചാണ്. ഒന്ന്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാമേശ്വരത്തെ പാമ്പൻ പാലം. രാമേശ്വരം നമ്മൾക്ക് ഏവർക്കും അറിയുന്ന അബ്ദുൽ കലാം സാറിൻ്റെ ജന്മദേശം. രാമേശ്വരം സ്ഥിതി ചെയ്യുന്നത് ഒരു ഐലൻഡിലാണ്. അതാണ് പാമ്പൻ ദ്വീപ്. പാമ്പൻ ദ്വീപ് എന്ന് പറഞ്ഞാൽ തമിഴ്നാടിനെ ബന്ധിപ്പിക്കുന്നതാണ് പാമ്പൻ പാലം. ആ പാമ്പൻ പാലം കടന്നാണ് രാമേശ്വരത്ത് എത്തേണ്ടത്. പാമ്പൻ പാലത്തിലൂടെയാണ് ഇപ്പോഴത്തെ യാത്ര. ഇതിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ ബംഗാൾ ഉൾക്കടലിൽ മീൻ പിടിക്കാൻ പോകുന്നതാണ്. പാമ്പൻ പാലത്തിൻ്റെ നീളം ഏകദേശം 2 കിലോമീറ്ററാണ്. 2010 വരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലം പാമ്പൻ പാലമാണ്. 2010 ബോംബെ വേളി ഉദ്ഘാടനം ചെയ്തതോടുകൂടിയാണ് ഇത് 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത്. ഏകദേശം 110 വർഷം മുമ്പെയാണ് പാമ്പൻ പാലം ബ്രിട്ടീഷുകാർ പണിതത്. 1914 ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്. ഏകദേശം 3 വർഷം കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഈ പാലം പൂർത്തിയാക്കിയത്. പാമ്പൻ പാലത്തിലൂടെ 1964 115 യാത്രക്കാരുമായി പുറപ്പെട്ട ട്രെയിൻ പാമ്പൻ പാലത്തിലെത്തുകയും അവിടുന്ന് സിഗ്നൽ കിട്ടാത്തതിൻ്റെ പേരിൽ ലോക്കോ പൈലറ്റ് മുന്നോട്ടെടുക്കുകയാണ് ചെയ്തത്. ആ സമയത്താണ് ബംഗാൾ ഉൾക്കടലിൽ ഒരു കൊടുങ്കാറ്റായി മാറുകയും ട്രെയിൻ അടക്കം ആ പാലമടക്കം കടൽ കൊണ്ടുപോവുകയും അതിൽ 115 യാത്രക്കാർ മരണപ്പെടുകയും ചെയ്തത്. ഇപ്പോൾ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം ആ പാലത്തിലൂടെ ട്രെയിൻ പോയിട്ടില്ല. ഇപ്പോൾ അറിയാൻ സാധിച്ചത് 2024 ജനുവരിയിൽ പാലം പൂർത്തീകരിക്കുകയും അതിൻ്റെ ഉദ്ഘാടനം നടക്കും. അങ്ങനെ നമ്മൾ പാമ്പൻ പാലം കടന്ന് രാമേശ്വരത്തേക്ക് എത്തി. രാമേശ്വരം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ അബ്ദുൽ കലാം സാറിൻ്റെ ജന്മദേശമാണ്. അവിടെ അബ്ദുൽ കലാം സാറിൻ്റെ മ്യൂസിയവും അബ്ദുൽ കലാം സാറിൻ്റെ മരണപ്പെട്ടിട്ട് നമ്മളെ അവിടെ ആക്കിയ മ്യൂസിയം കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അബ്ദുൽ കലാം സാറിൻ്റെ ജീവിച്ചിരിക്കുന്ന സമയത്തുണ്ടായിരുന്ന വീടും എല്ലാം നമുക്ക് രാമേശ്വരം അമ്പലവും എല്ലാം രാമേശ്വരത്ത് കാണാൻ കഴിയും. അങ്ങനെ രാമേശ്വരം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു എൻഡ് എന്ന് പറയാം, അതായത് ധനുഷ്കോടി കഴിഞ്ഞാൽ പിന്നെ ശ്രീലങ്കയാണ്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. കാരണം ഈ ലങ്കയിലേക്കാണ് നമ്മുടെ സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടു പോവുകയും അവിടത്തേക്ക് ശ്രീരാമൻ ഈ രാമസേതു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു പാലം കടലിൻ്റെ മുകളിലേക്ക് കൂടി നിർമ്മിക്കുകയും സീതയെ രക്ഷിക്കുകയും ഒക്കെ ചെയ്ത കഥ നമ്മൾ കേട്ടതാണ്. ആ ധനുഷ്കോടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധനുഷ്കോടി എന്ന് പറഞ്ഞാൽ ധനുഷ്കോടി